ഹലോ ഗൈസ്, എനിക്കിന്ന് കുറേ A4 ഷീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊരു ജേണൽ ബുക്ക് ഉണ്ടാക്കിയാലോ? ഞാൻ A4 ഷീറ്റിനെ അങ്ങനെ വെച്ചിട്ട് ബുക്ക് ഉണ്ടാക്കല്ല, അതിനെ പകുതിയാക്കി മടക്കിയിട്ട് ആ പകുതി പേപ്പറിനെ വീണ്ടും പകുതിയാക്കി മടക്കിയിട്ട് ഒരു നോട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒരു 10-20 A4 ഷീറ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് തന്നെ കത്രിക എടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ സ്കെയിൽ വെച്ച് മുറിച്ചതാണ്. ഇത് പാളിപ്പോയി. പിന്നെ അവസാനം അത് കത്രിക കൊണ്ട് മുറിച്ചിട്ടാണ് അത് ശരിയായത്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മടക്കിയിട്ട് വരാം. സോ ഇത്രയും പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഏത് പേപ്പർ യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഇത് A4 ഷീറ്റ് അല്ല, പക്ഷേ ഒരു ടൈപ്പ് ഓഫ് A4 ഷീറ്റാണ്. ലൈക്ക് എനിക്കൊന്നൊരു A5 ഷീറ്റാണെന്ന്. കാരണം A4 ഷീറ്റിന് കട്ടി കൂടുതലുണ്ട്, പിന്നെ ഭയങ്കര തിന്നുമാണ്. അതിന് ശേഷം ഞാൻ 2 ക്ലിപ്പ് കുത്തിയിട്ട് മേളിൽ ഫെവിക്കോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാപ്ലർ അടിക്കുക, അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് ബൈൻഡ് ചെയ്യാൻ മടിയാണ് ഗൈസ്. നൂലെടുത്ത് കോർത്ത് അതെല്ലാം ചെയ്ത് എനിക്ക് ബൈൻഡ് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ അറിയാം. പക്ഷേ ആ നൂല് തീർന്നു കഴിഞ്ഞാൽ അവിടെ നോട്ടിട്ട് വീണ്ടും എടുത്ത് അത് ഭയങ്കര മെനക്കെട്ട് പണിയായതുകൊണ്ട് ഞാൻ പിന്നെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ A4 ഷീറ്റ് തന്നെ എടുക്കാം, അല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ പേജസ് ഒക്കെ ഉണ്ടാവില്ലേ, കഴിഞ്ഞ വർഷത്തെ നോട്ട്ബുക്ക്, അതെല്ലാം കൂട്ടി വെക്കുമ്പോഴത്തേക്കും ഇത്ര പേജൊക്കെ കിട്ടും. അപ്പോൾ പിന്നെ നോട്ട്ബുക്ക് ഉണ്ടാക്കാമല്ലോ. പിന്നെ ഇതിൻ്റെ കവർ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നിങ്ങൾക്ക് ലെതർ, ഫാബ്രിക് അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് എൻ്റെ കവർ ഉണ്ടാക്കാം. ഞാൻ ജസ്റ്റ് കാർഡ്ബോർഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, വേറെ ഒന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മുടെ ബുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പേപ്പർ ആ ഒരു എഡ്ജിൽ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ 2 കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സൈസിനനുസരിച്ചിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം അതൊന്ന് തുടച്ച് കളഞ്ഞിട്ട് അതിൻ്റെ മേളത്തെ ലെയർ മാത്രം അതൊന്ന് പറിച്ച് കളയാം. അപ്പോഴത്തേക്കും അതിൻ്റെ അടിയിലുള്ള ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അത് കിട്ടും. അപ്പോൾ ഞാൻ ഇത് 2 കാർഡ്ബോർഡിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എടുത്ത കാർഡ്ബോർഡിൽ ഒരു കുഞ്ഞു ഓട്ട ഉണ്ടായിരുന്നു. കുഞ്ഞു ഓട്ട മീൻസ് അതെന്തോ വീണിട്ട് ചതഞ്ഞ് പോയി. അപ്പോൾ ഞാൻ ആ ഒരു ഫസ്റ്റ് ലെയർ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഇത് ചെയ്തത്. അപ്പോൾ എനിക്ക് ആ ഒരു ഡിസൈനും കിട്ടി. പിന്നെ വേറെ ഒന്നും ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല, കാരണം അത് വെക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു, പിന്നെ ഒരു വിൻറ്റേജ് ലുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെന്നെ വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ അടിക്കാം, അല്ലെങ്കിൽ A4 ഷീറ്റ് ഒട്ടിക്കാം, അല്ലെങ്കിൽ കളർ പേപ്പർ ഒട്ടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ടിലും പറിച്ചെടുത്തു. എല്ലാ സമയത്തും പറിച്ചെടുക്കുമ്പോൾ ആ അറ്റത്ത് മാത്രം വരണില്ല. പിന്നെ ഞാൻ 2ാമത് വെള്ളം സ്പ്രേ ചെയ്തിട്ടാണ് ആ സാധനം പറിച്ചെടുത്തത് തന്നെ. അതാണെങ്കിൽ അവിടെ ഒട്ടിയിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ആ സൈഡിലുള്ള സംഭവമില്ലേ, മീൻസ് ഇത് മൊത്തം പറിച്ച് കളഞ്ഞിട്ട് കുറച്ചുള്ളത് കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് പോയിക്കോളും. സോ ഞാനൊരു A4 ഷീറ്റൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം നടുവിലത്തെ ആ സംഭവം ഒട്ടിക്കണമെങ്കിൽ എനിവേ A4 ഷീറ്റ് എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കണം. അപ്പോൾ ഞാൻ ഒട്ടിച്ചു. പിന്നെ ഞാൻ ആ 2 സൈഡിൽ മാത്രമേ ഞാൻ ഫെവിക്കോൾ ആഡ് ചെയ്യുള്ളൂ, കാരണം നടുവിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തുറക്കുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സൈഡ് മാത്രം ഒട്ടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഒട്ടിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ മറ്റേ ഗ്ലൂ ഗണ്ണില്ലേ, അത് വെച്ചിട്ട് നടുവിൽ ഒട്ടിച്ചാലും മതി, സൈഡിൽ ഒട്ടിക്കണം എന്നില്ല. അപ്പോൾ ഞാൻ ആ A4 ഷീറ്റ് ഒട്ടിച്ചത് കുറച്ച് ഇതായിപ്പോയി എന്നൊരു സംശയം, കാരണം ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ സാരില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടു. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കല്ല.